വെൽക്കം ടു ട്രൈഡു. നമുക്ക് വരുന്ന ആഴ്ചയിൽ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ, അതായത് ഒരു FEGയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം പകുതിയോളം വീണ പകുതിയോളം തന്നെ മാർക്കറ്റ് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന ഒന്നല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് റിക്കവറി ചെയ്തതിന് ശേഷം മന്ത്ലി ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് റിജക്ഷൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ അതിനൊരു കണ്ടിന്യൂഷൻ എന്ന നിലയിലേക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. കാരണം മാർക്കറ്റ് വന്നു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറേ കാലം സപ്പോർട്ട് ഏരിയ ആയിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. ആ ഏരിയയിലേക്ക് വീണ്ടും ഒരു റീടെസ്റ്റ് എന്ന പോലെയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതിനെ വീക്കിലിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നേരത്തെ മാർക്ക് ചെയ്ത FEG ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ മന്ത്ലിയിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത്. മന്ത്ലിയിൽ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടണമെങ്കിൽ ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ വന്നിട്ട് നല്ലൊരു ബുള്ളിഷ് റിജക്ഷൻ ക്യാൻഡിൽ കാണണം. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് കുറച്ചോട്ട് താഴോട്ടേക്ക് ഇറങ്ങി വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരിക്കും. അതും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് മന്ത്ലിയിൽ മാർക്ക് ചെയ്തിടുന്നത്. ആക്ച്വലി മന്ത്ലിയിൽ മാർക്ക് ചെയ്ത് ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ US ഓയിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായതുകൊണ്ടാണ് മന്ത്ലിയിൽ മാർക്ക് ചെയ്തിടുന്നത്. വീക്കിലിയിൽ വരുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി വീക്കിലിയിലേക്ക് പോവാം. വീക്കിലിയിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ നോക്കിയാൽ കാണാം ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയതിനു ശേഷം ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് വന്നു നിൽക്കുന്നത്. ആ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ കാണാം വലിയ രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്ന ഒരു ഏരിയ ആണ്. ബ്രേക്ക് ഔട്ട് തരികയും അവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു FEGയിലേക്കാണ് ഇപ്പോൾ ക്യാൻഡിൽ വന്നു നിൽക്കുന്നത്. ലാസ്റ്റ് വീക്കിന്റെ ക്യാൻഡിൽ വന്നു നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്താണ്. ഇതിനെ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് എടുക്കുന്നുണ്ട്. വീക്കിലിയിൽ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് വൺ ഡേയിലേക്ക് പോവാം. വൺ ഡേയിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ എടുത്ത സപ്പോർട്ട് ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് പോവുക മാത്രമല്ല ഒരു FEGയിലേക്ക് വന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മാർക്കറ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഹിറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ റിജക്ഷൻ ഡയൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് റിജക്ഷൻ എന്ന് പറയാൻ കഴിയില്ല, ഒരു ചെറിയ ഒരു ഇതാണ് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ തന്നെ നോക്കിയാൽ കാണാം മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവല് നല്ലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. പ്രത്യേകിച്ചും ഇവിടെ വന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോയി വീണ്ടും ബ്രേക്ക്ഔട്ട് തന്ന ഏരിയ ആണ്. അപ്പൊ അതിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അതുപോലെ തന്നെ ഡയല് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിലിന് ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ US ഓയിലിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 4 ഹവറിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 4 ഹവറിലേക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ റിജക്ഷൻ ക്യാൻഡിൽ തരുന്നുണ്ട്. 4 ഹവറിൽ നോക്കുന്ന സമയത്ത് മുകളിലോട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറേ ഏരിയാസ് ഇവിടെ ഉണ്ട്. ഇംബാലൻസുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിവേ 4 ഹവറിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം മാർക്കറ്റ് ഒരു റീടെസ്റ്റും തന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു റീടെസ്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ റീടെസ്റ്റ് തന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ 4 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഇത്രയാണ്. ഇനി 1 ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇംബാലൻസിൽ നിന്ന് ചെറിയ റിജക്ഷൻ തന്നിട്ടുണ്ട്. റിജക്ഷൻ തന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 1 ഹവറിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവല് 1 ഹവറിന്റെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് കൺസൾട്ടേഷൻ തന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഇനി ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ, അതായത് ഒരു വീക്ക് റീടെസ്റ്റ് വന്നിട്ട് ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എൻട്രി സാധ്യത ഉണ്ട്. ആ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ലൈൻ വരെയാണ് എൻട്രി വരുന്നത്. ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഒരു പക്ഷെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തതിനു ശേഷം വീണ്ടും ഒരു നല്ലൊരു വീഴ്ചയ്ക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് ഓർമ്മയിൽ വെക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ബ്ലാക്ക് ലൈൻ ബ്രേക്ക് ചെയ്തതിനു ശേഷം ഒരു പക്ഷെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ 68 വരെയും 69 വരെയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്.
ആ ഒരു ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് മന്ത്ലി ക്യാൻഡിൽ ഒരുപക്ഷെ ഇപ്പൊ കാണുന്ന ബെയറിഷിൽ നിന്ന് ബുള്ളിഷിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ പിന്നെ അത് വരുന്ന ആഴ്ചകളിലൊക്കെ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത. അപ്പോൾ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ലോങ് ടൈമിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ എപ്പോഴും കൺഫർമേഷൻ എടുക്കണം. ഈ ലെവലിന്റെ മുകളിലൊക്കെ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ, അല്ലെങ്കിൽ പ്രൈസ് ക്ലോസ് ചെയ്താൽ മാത്രമാണ് ലോങ് ടൈമിന് ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഇവിടേക്ക് വന്നിട്ട് ഒരുപക്ഷെ ഒരു നല്ല കൺഫർമേഷൻ വീണ്ടും വരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺഫർമേഷൻ കിട്ടിയാൽ ഇവിടം വരെയൊക്കെ വരാം. അല്ലെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഈ ഒരു ഇംബാലൻസിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇംബാലൻസിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അതായത് ഒരു കൺഫർമേഷൻ കിട്ടാതെ ഇംബാലൻസിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെ വന്ന് ഏറെക്കുറെ 52 വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും. അപ്പോൾ നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതയുള്ള ഒരാഴ്ചയാണ് ഇനി വരുന്നത്. അപ്പോൾ മാർക്കറ്റിനെ നല്ല രീതിയിൽ വീക്ഷിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് എൻട്രി കിട്ടാൻ നല്ലൊരു സാധ്യത ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കി എടുക്കുക. പിന്നെ മാത്രമല്ല, ഈ പറയുന്ന ഏരിയാസിലൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ഫ്രീങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.